ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളിന്ന് എറണാകുളത്തോട്ട് പോവാണ്. അപ്പോൾ ഒരു വള്ളവും എഞ്ചിനും എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ചാനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പം ഞാനും മാമനും അച്ഛനും കൂടാണ് പോകുന്നത്. അപ്പം 6:15 ട്രെയിൻ. അപ്പോൾ ഞങ്ങളിപ്പോൾ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുകയാണ്. അപ്പം ട്രെയിൻ അങ്ങനെ നിന്ന് വരുന്നുണ്ട്. അപ്പം അത്യാവശ്യം ആൾക്കാരൊക്കെ റെയിൽവേ സ്റ്റേഷനിലുണ്ട്. ഇപ്പം എന്തായാലും പൂജവെപ്പിൻ്റെ അവധി ആയത് കാരണം കുറച്ച് ആൾക്കാർ കാണേണ്ടതാണ്, പക്ഷെ ഇന്ന് കണ്ടില്ല. അപ്പോൾ ട്രെയിൻ വരുന്നുണ്ട് ഗായ്സ്. അപ്പം ഇപ്പോൾ ഞങ്ങൾ ട്രെയിനകത്ത് കയറിയിട്ടുണ്ട്. അപ്പം ആൾക്കാർ കുറവാണ്. ഞാൻ വിചാരിച്ച് പൂജയുടെ അവധി കാരണം ആൾക്കാർ കൂടുതലാണ്, പക്ഷേ സീറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് മെമു ആയതുകൊണ്ട് നമുക്കിങ്ങനെ നിൽക്കാനുള്ള സ്പേസും ഉണ്ട്, തൂങ്ങി നിൽക്കാനുള്ള സ്പേസും ഉണ്ട്. അപ്പം വെളുപ്പിനെ ആയതുകൊണ്ട് തന്നെ നല്ല പുറത്തോട്ട് പോകുന്ന നല്ല കാഴ്ചകളാണ്, നല്ല മഞ്ഞും ഒക്കെയാണ്, നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഈ ഒരു വിഷ്വൽ നോക്ക് നിങ്ങൾ, നല്ല ഒരു സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുന്ന പോലെ. പക്ഷേ ഈ പാലം കാരണം എനിക്കത് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. അപ്പം അച്ഛനും മാവനും ഒരു ഉറക്കം കഴിഞ്ഞിട്ടിരിക്കുകയാണ്. 3 സ്റ്റേഷനോടെ കഴിഞ്ഞാൽ എറണാകുളം എത്തും ഗൈസ്. അപ്പം നിങ്ങളിത് നോക്കി, ഒരു ടണൽ പോലെ, ഒരു ചെറിയൊരു ഗുഹ പോലെ, അതിപ്പോൾ ക്ലോസ് ആണ്. അതിലെ വഴി പണ്ട് ട്രെയിൻ പോയിക്കൊണ്ടിരുന്നതാണെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ കോട്ടയത്ത് എത്തിയിട്ടുണ്ട്. അപ്പം എറണാകുളത്തോട്ട് പോകുമ്പോൾ ഒരു മെയിൻ സ്റ്റേഷനാണ് കോട്ടയം. അപ്പോൾ ഇവിടെ എന്തായാലും അത്യാവശ്യം ആൾക്കാർ കാണും. നമ്മളപ്പോൾ ഇറങ്ങി തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ ഇറങ്ങിയ അവിടെ നമ്മൾ ചൂട് ചായയും ഒരു വടയും കഴിച്ചു. വട ഇപ്പോൾ നല്ല മുരിഞ്ഞ വടയായിരുന്നു, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ തൃപ്പൂണിത്തുറ മെട്രോ സ്റ്റേഷൻ. അപ്പോൾ ശരിക്കും ഞങ്ങൾ അങ്ങോട്ടാ വഴി എന്ന് പറയുന്നത് നടക്കുമായിരുന്നു, പക്ഷേ അങ്ങോട്ടല്ലായിരുന്നു, അത് തെറ്റായിരുന്നു. അപ്പം ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് തിരിഞ്ഞ് നടന്നു. ഞങ്ങൾ നേരെ ഇപ്പം തൃപ്പൂണിത്തുറ ബസ് സ്റ്റോപ്പിലോട്ടാണ്. നമ്മളപ്പോൾ ബസ് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ നേരെ പോകുന്നത് വൈറ്റില ഹബ്ബിലോട്ടാണ്. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ നടന്ന് നേരെ വൈറ്റില ബസ് സ്റ്റാൻഡിലോട്ടാണ് പോകുന്നത്. ഇനി നമുക്ക് ഇവിടുന്ന് നേരെ പോകേണ്ടത് എരമല്ലൂരിലോട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ആ ബസ് ഒക്കെ നടക്കുകയാണ്. അപ്പോൾ നമുക്ക് കൊണ്ട് ബസ് കിട്ടിയിട്ടുണ്ട്. അപ്പം എരമല്ലൂർ ബസ്സാണ് നമ്മൾ കയറിയത്. ഈ പ്രൈവറ്റ് ബസ്സിലൊക്കെ ലോങ് പോകുമ്പോൾ സുഖം എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊക്കെ പാട്ടൊക്കെ ഇട്ട് പോകാൻ നല്ല അടിപൊളിയാണ്, നല്ലൊരു ഫീലാണ്. ഇപ്പോൾ നമ്മൾ ബസ്സൊക്കെ കയറിയിരിപ്പുണ്ട്. ഏകദേശം ഇവിടുന്ന് ഒരു 1.5-1.25 മണിക്കൂർ എന്തായാലും യാത്രയുണ്ട്. അപ്പോൾ നിങ്ങളിത് ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ഫ്ലാറ്റാണ് ഇത്. പണ്ട് ഇത് പണി നിർത്തി വെച്ചേക്കാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞത് ഇവിടെ പ്രേതമുണ്ട്, ഭൂതമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം വർക്ക് നടക്കുന്നില്ല. ഈ കെട്ടിടത്തിലൊരു ചരിവുണ്ട്. പിന്നെ അങ്ങോട്ട് പോകുന്ന വഴിയൊക്കെ ഒരു താജ്മഹൽ പോലൊരു പള്ളി കണ്ടൊരു മുസ്ലിം പള്ളി. നമ്മളപ്പം ടോൾ പ്ലാസ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് കുറച്ചും കൂടെ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമ്മൾ എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇത് ചന്ദരൂർ അരൂർ ഭാഗമാണിത്. അപ്പോൾ അവിടെ റോഡ് പണി നടക്കും. അപ്പോൾ നല്ല പൊടിയാണ് കേട്ടോ അവിടെ മൊത്തം. അപ്പോൾ നമ്മൾ നേരെ എത്തിയിട്ട് നേരെ ഫുഡ് കഴിക്കാണ് പോയത്. അപ്പോൾ നമ്മൾ കഴിച്ചത് പൊറോട്ടയും മുട്ടക്കറിയാണ്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് അവിടെ നമ്മൾ എഞ്ചിൻ എടുക്കാനാണ് പോകുന്നത്. അപ്പം നമ്മൾ എഞ്ചിൻ എടുക്കാനുള്ള കടയുടെ ഫ്രണ്ട് വന്നിപ്പോണ്ട്. അപ്പോൾ ഇന്ന് പൂജവെപ്പ് ആയതുകൊണ്ട് കട അടച്ചിട്ടേക്കാണ്. അപ്പോൾ നമ്മൾ പുള്ളിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളി വരാമെന്ന് പറഞ്ഞിപ്പം. അപ്പോൾ ഗായ്സ്, അവർ പൂജ വെച്ചേക്കുന്നത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക, നല്ല രസമാണ്. ഇവിടെ പണി സാധനങ്ങളൊക്കെ പൂജ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഇപ്പം അതിൻ്റെ ഓണർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഷോപ്പ് തുറന്നു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ആ ഇരിക്കുന്ന ഒരു ജനറേറ്ററാണ്. അതിൻ്റെ വില ഏകദേശം 2,65,000 രൂപയാണ്. ബോക്സ് ചെയ്ത് ഞാൻ നോക്കിയിരുന്നത്. ഒരു ജനറേറ്ററാണ് ഇരിക്കുന്നത്. അപ്പം അവർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എഞ്ചിൻ്റെ സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് തരികയാണ്. ഗ്രീസൊക്കെ തേച്ച് കയറൊക്കെ കെട്ടി നല്ല വൃത്തിക്ക് അവർ ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മുടെ എഞ്ചിനും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കയറ് ചുറ്റുന്നതാണ് നല്ല രസമായിരുന്നു കേട്ടോ. പക്ഷേ അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്നായിരുന്നു. ആ കയറ് ചുറ്റി കഴിഞ്ഞിട്ട് ഗ്രീസ് നല്ല രീതിയിൽ ഇട്ട് കഴിഞ്ഞിട്ടാണ് ആ പൈപ്പിലോട്ട് അവരത് കയറ്റുന്നത്. അപ്പോൾ എഞ്ചിനൊക്കെ പക്കയാക്കിയിട്ട് അവർ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി വിളിക്കാൻ നിൽക്കണം. ഓട്ടോയ്ക്ക് അതിൽ എന്തായാലും കയറ്റിക്കൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം
ഏകദേശം ഇപ്പോൾ ഓട്ടോ വന്ന് നമ്മൾ എഞ്ചിൻ ഓട്ടോയ്ക്ക് അത് കയറ്റിയിട്ടുണ്ട്. അപ്പം എഞ്ചിൻ സൈഡിലോട്ട് ചരിക്കരുത്, ഒരു സൈഡിലോട്ട് ചരിക്കരുതെന്ന് പറഞ്ഞിട്ടോ. ചരിച്ചാൽ അതിൻ്റെ ഓയിൽ നേരെ കാർബറേറ്ററിൽ ഇറങ്ങും. അപ്പോൾ നമ്മളെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി അക്കരയിൽ നിന്ന് ആ ചേട്ടൻ വരുമെന്ന് പറഞ്ഞ് നമ്മുടെ വള്ളത്തിലോട്ട് എഞ്ചിൻ ഫിറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇതപ്പോൾ ഇതിൻ്റെ ഇവിടുന്ന് അക്കരയിലോട്ട് പോകാൻ കടത്ത് മാത്രമേ ഉള്ളൂ മാർഗ്ഗം. അപ്പോൾ ഒരാൾക്ക് ഇവിടെ 20 രൂപ എന്നല്ല മേടിക്കുന്നത് കടത്തിന്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഇവിടെ വന്നേക്കുന്നൊരു കാര്യം, നമ്മൾ എഞ്ചിൻ നമ്മൾ സ്വന്തമായിട്ട് മേടിച്ചപ്പോൾ നമ്മൾ വള്ളം വാടകയ്ക്ക് എടുക്കുകയാണ്. അപ്പം ആ വരുന്ന വള്ളത്തിൻ്റെ ഉടമയുടെ നിന്നാണ് നമ്മൾ വള്ളം വാടകയ്ക്ക് എടുക്കുന്നത്. അപ്പോൾ ഇനി ഈ എഞ്ചിൻ അപ്പുറത്ത് അക്കരെ കൊണ്ടുപോയിട്ട് വേണം നമുക്ക് ഈ എഞ്ചിൻ ആ വള്ളത്തെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പം ചേട്ടൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എഞ്ചിൻ വള്ളത്തേക്ക് നേരെ അക്കരയിലോട്ട് പോകാം. ഗൈസ് അപ്പോൾ ഇവിടെ ഈ പറന്ന് നടക്കുന്ന ഫുള്ള് പരുന്ത കേട്ടോ. ഇത് ഈ മീനിനെ ലക്ഷ്യം വെച്ചാണ് ഈ പറന്ന് നടക്കുന്നത്. നമ്മളപ്പോൾ എഞ്ചിനൊക്കെ വള്ളത്തേക്ക് കയറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ അക്കരയിലോട്ട് വിടുകയാണ്. അപ്പോൾ നല്ലൊരു വ്യൂ കേട്ടോ ഗൈസ്. അപ്പം ഒരു ചെറിയ കാലിൽ നിന്നുകൊണ്ട് കൂടെ ഈ വള്ളത്തിൽ ഇങ്ങനെ പോയി. അപ്പോൾ ഈ വള്ളം ശരിക്കും സഞ്ചാരികളെ കൊണ്ടുപോകാൻ എല്ലാം ഉപയോഗിക്കുന്ന വള്ളമാണ്. അപ്പം മണിക്കൂറിന് 700 രൂപ എന്നുകൊണ്ടാണ് ഇതിന് ഒരു മേടിക്കുന്നത്. ഈ ചേട്ടൻ്റെ സ്വന്തം വള്ളമാണ്. ഈ ചേട്ടനാണ് ഒത്തിരി വള്ളമുണ്ട്. ഈ ചേട്ടൻ വള്ളം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വിൽക്കുന്നുണ്ട്, റെൻറ്റിനും കൊടുക്കുന്നുണ്ട്, വാടകയ്ക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വള്ളത്തിലെ ദിവാങ്കോട്ട് മാറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ അക്കരയിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെയാണ് ഈ അച്ഛൻ്റെ ഈ വള്ളമെല്ലാം നന്നാക്കുന്നതും ഒക്കെ. പിന്നെ ഈ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഈ അച്ഛൻ്റെ വള്ളമൊക്കെ ഒരു നീല കളറാണ്. ഞാൻ ചോദിച്ചപ്പോൾ പ്രത്യേകിച്ച് കാര്യമൊന്നും പറഞ്ഞില്ല. പിന്നെ ഇത് കണ്ടോ വല വലിക്കുന്നുണ്ട്. അപ്പം ഞാൻ നോക്കിയിട്ട് അതിനകത്ത് മീനൊന്നും കാണുന്നില്ല. അപ്പോൾ ഈ ഭാഗത്ത് ഒത്തിരി പേര് ഈ വല ഇടുന്നവരാണ്. അപ്പോൾ നമ്മൾ ഈ യമഹ വച്ച് വള്ളമായിട്ടൊക്കെ പോകുമ്പോൾ ശരി ശ്രദ്ധിക്കണം. ഈ വല ചിലപ്പോൾ കപ്പലേറെ കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. ഗൈസ് അപ്പോൾ ഈ മുന്നിൽ കാണുന്നത് ചെമ്മീൻ കൃഷിയുടെ എന്തോ ബന്ധപ്പെട്ടുള്ള ഇതാണ്. അപ്പോൾ ഇവിടെ ചെറിയൊരു ബണ്ട് പോലൊക്കെ കെട്ടിയിട്ടുണ്ട്. ഗൈസ് അപ്പം അവിടെ ഒരു പുതിയ വള്ളം അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ഷെഡൊക്കെ കെട്ടിയിട്ട്. അപ്പം നമ്മുടെ വള്ളം ഇതാണ്, ഈ നീല പെയിൻ്റ് അടിച്ചത്. അപ്പോൾ നമുക്കിനി ചെയ്യേണ്ട കാര്യം വള്ളം അവിടെ നിന്ന് അയച്ചിട്ട് തൊട്ടപ്പുറത്ത് കൊണ്ടുപോയിട്ട് നമുക്കതൊന്ന് എഞ്ചിനൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. ഗൈസ് അപ്പോൾ നിങ്ങളതൊന്ന് കണ്ടു നോക്കുക. ഒരു പുതിയൊരു വള്ളം ഉണ്ടാക്കുവാണ്. അപ്പം ആ വള്ളത്തിൻ്റെ ഷേപ്പ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം ഇതൊരു പുന്ന എന്ന് പറഞ്ഞൊരു തടിയാണിത്. അപ്പോൾ ഈ ചേട്ടനെല്ലാം കൂടെ ഈ വള്ളം ഉണ്ടാക്കുകയാണ്. അപ്പം ഇവരവിടെ തീ കത്തിക്കുന്നുണ്ടല്ലേ, അത് ഇതിൻ്റെ തടി വളയ്ക്കുന്നത് ഇങ്ങനെയാണ്. തടി വളയ്ക്കുന്നത് ചൂടാക്കിയിട്ട് അതിനകത്ത് എന്തോ ഒരു ഡീസലോ എന്തുപോലത്തെ ഒരു സാധനമൊക്കെ ഒഴിക്കും. ഡീസലാണെന്ന് തോന്നില്ല. അത് ഒഴിച്ചിട്ട് ഇങ്ങനെ അവർ വളയ്ക്കുന്നതാണ് തടിയൊക്കെ ഇങ്ങനെ വളഞ്ഞു വരുന്നത് വള്ളമെല്ലാം ഉണ്ടാക്കുമ്പോൾ. ഗൈസ് അപ്പോൾ ഇതാണ് നമ്മളെ വള്ളം. അപ്പം ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. നമ്മുടെ എൻജിൻ വെക്കേണ്ട ഒരു ക്ലാമ്പ് ഉണ്ട്. അപ്പം ഈ വള്ളത്തിനകത്ത് ഓൾറെഡി ഒരു പഴയ ക്ലാമ്പ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ വിചാരിച്ചത് സ്യൂട്ടാകുന്നു, പക്ഷേ കറക്റ്റായില്ല. അപ്പം ഇതിനകത്ത് നേരത്തെ കിടന്ന ക്ലാമ്പ് നമ്മൾ കട്ട് ചെയ്ത് കളയണം. അത് ദ്രവിച്ച് ഫുള്ള് പോയിട്ടുണ്ട്. ഗൈസ് അപ്പം ഞാൻ നിങ്ങളോട് നേരത്തെ ഒരു തടി ഇങ്ങനെ വളയ്ക്കുന്നത് വള്ളമെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി. അപ്പം ഇങ്ങനെയാണ് തീ കത്തിച്ചിട്ട് തടി അതിന് പുറത്ത് വെക്കും. എന്നിട്ട് എന്തൊക്കെ ഒഴിക്കും, അതിൻ്റെ പേര് ഞാൻ പറഞ്ഞത് ഡീസൽ പോലത്തെ എന്തോ ആണ്, ഒരു കളറുള്ള ഡീസലല്ല. അത് ഒഴിച്ചിട്ട് ഇങ്ങനെ വളയ്ക്കുന്നതാണ്. ഈ വള്ളത്തിൻ്റെയൊക്കെ സൈഡിൽ ഇങ്ങനെ വളഞ്ഞൊരു തടി ഇങ്ങനെ ഇരിക്കത്തില്ലേ. ഇപ്പോൾ ഗൈസ് ഇതൊരു കായലിൻ്റെ നടുക്കാണ് ഈ സ്ഥലം വരുന്നത്. നല്ല രസമാട്ടോ ഇവിടെ നിന്ന് നിൽക്കാൻ. അപ്പം ഞാൻ ആ അച്ഛൻ്റെ വള്ളത്തിലൊക്കെ പോയിരുന്നു. ഇങ്ങോട്ട് ഞങ്ങൾ വന്ന വള്ളത്തിൽ ദിവാങ്കോട്ടൊക്കെ ഉണ്ട്. അടിപൊളിയായിട്ട് ഇവിടെ നല്ല കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ, നല്ല സുഖം. അപ്പോൾ ഞാൻ ഷൂ ഒക്കെ ഊരിയിട്ട് അവിടെ ഇരുന്ന് കാല് ഷൂ ഇട്ടപ്പോൾ നല്ല രീതിയിൽ ചൂടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് അപ്പോൾ ഇനി എന്താ ചെയ്തെന്ന് പറഞ്ഞാൽ അവരത് കട്ട് ചെയ്തിട്ട് ഇനി പഴയ അതിനകത്ത് കിടന്നതിൻ്റെ ഹോള് വെച്ചിട്ട് വ്യത്യാസം ഉണ്ടെന്ന് പുതിയതുമായിട്ട്. അപ്പോൾ നമ്മളൊരു ഹോള് വിടുവാണ്. ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ പെട്രോൾ ഒഴിക്കുകയാണ്. അപ്പം ഇതിനകത്ത് 2.5 ലിറ്റർ എന്തുകൊണ്ട് കൊള്ളും. അപ്പോൾ നമ്മളിപ്പോൾ പെട്രോൾ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഗൈസ് അപ്പോൾ അവിടെ നമ്മൾ വിട്ടിപ്പോൾ വള്ളമായിട്ട് നമ്മളിപ്പോൾ ഒരു പോളറിടയ്ക്ക് കുടുങ്ങിപ്പോയി. നല്ല രീതിയിൽ കുടുങ്ങിയെന്ന് പറയില്ല. നമ്മളെ തുഴ നമ്മൾ അവരോട് ചോദിച്ച് മേടിച്ച്, നമ്മളെ തുഴയില്ലായിരുന്നു. അവരോട് നമ്മൾ നേരത്തെ ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ട് ചോദിച്ച് മേടിച്ചുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട്. ഞങ്ങൾ അങ്ങിന്ന് കണ്ടപ്പോൾ ഇത്രയും പോള വിചാരിച്ചില്ല. അപ്പോൾ ഞങ്ങൾ നേരെ ഓടിച്ചില്ല. ഞങ്ങളിപ്പോൾ പെട്ട് അവസ്ഥയാണ്. ഇവിടുന്ന് ബാക്ക് എടുക്കാനും പറ്റുന്നില്ല. ഇവിടെ ഒരു ആൾക്കാരെയും കാണുന്നില്ല. അങ്ങേ അറ്റത്ത് ഈ കരയൊന്നും നോക്കിയിട്ട് കാണുന്നേ ഇല്ലായിരുന്നു. പിന്നെ ഇവിടുന്ന് ചെയ്തെന്താ പറയുക, നമ്മൾ തുഴ എടുത്തിട്ട് നമ്മൾ ബാക്കിലോട്ട് പോയി. പിന്നെയും ബാക്കിലോട്ട് പോയിട്ടാണ് നമ്മൾ പിന്നെ ആയത് അവിടുന്ന് പോയത് തിരിച്ച്. പിന്നെ അവിടുന്ന് നമ്മൾ രക്ഷപ്പെട്ട് എങ്ങനെയോ രക്ഷപ്പെട്ടിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് പിന്നെയും നേരെ നമ്മുടെ സ്ഥലത്തോട്ട് അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴി നല്ല ഒഴുക്കൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പം നല്ല ഒഴുക്കൊക്കെ ഉണ്ടായിരുന്നു.
ഗൈസ് എന്ത് രസമാണെന്നറിയാം ഗൈസ് ഇങ്ങനെ വള്ളത്തിൽ ഇങ്ങനെ പോകാൻ, നല്ല കാറ്റും. ഈ കാലാവസ്ഥ അടിപൊളിയായിരുന്നു കേട്ടോ. ചെറിയൊരു വെയിലുണ്ടായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. നിങ്ങൾ ഇതൊന്ന് കണ്ടു, ഒരു 360 വീഡിയോ ഞാൻ എടുക്കുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് എവിടെ കിടപ്പുണ്ട്. നല്ല രസമാട്ടോ കാണാൻ വേണ്ടി. ഞാനിപ്പോൾ വൈഡ് ആംഗിളിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ യമഹ ഇങ്ങനെ ഇത് കൺട്രോൾ ചെയ്യാൻ പഠിച്ചത് പണ്ട് ഞങ്ങളൊന്ന് പോയിട്ടുണ്ട്, ഒരു വള്ളത്തിൽ കായലിൽ പോയതാണ്. അതിൻ്റെ ഒരു പരിചയം വെച്ച് ഞാൻ ഓടിക്കുന്നതാണ്, അല്ലാതെ എനിക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ വശമൊന്നും അറിയില്ല. ഗൈസ് അപ്പോൾ ഈ വള്ളം എടുക്കാനുള്ള കാരണം നമ്മുടെ കായലിൽ നമുക്ക് കണ്ടുണ്ട്. അപ്പം അങ്ങോട്ട് പോകാനും വരാനൊക്കെ ഈ ബോട്ടിൽ പോകുന്നതൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും സാധനമില്ലായിട്ട് പോകും. അപ്പോൾ എനിക്ക് വള്ളത്തിനകത്ത് വിത്തും അതിൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് നമുക്ക് പോവുകയൊക്കെ ചെയ്യാം, ഒരു ബുദ്ധിമുട്ടും ഇല്ല. പിന്നെ അങ്ങനെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മാമൻ ഓടിക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ മാമൻ ഓടിക്കുകയാണ്. അപ്പോൾ ഞാൻ എണീറ്റ് നിന്ന് അവിടെ നിന്ന് വീഡിയോ എടുക്കുക. പക്ഷേ എനിക്ക് എണീറ്റ് നിൽക്കാൻ ഒരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. ഒന്നാ കയ്യിൽ ഫോൺ ഇരിപ്പുണ്ട്, ചിലപ്പോൾ ഞാൻ വെള്ളത്തിലോട്ട് വീഴുന്നൊരു പേടി ഉണ്ടായിരുന്നു. നല്ല രസമാണ് ഗൈസ് ഒന്ന് കാണാൻ വേണ്ടി. ഇവിടുന്ന് കാറ്റും ചെറിയൊരു വെയിലൊക്കെ കൊണ്ട് പോകാൻ അടിപൊളിയാണ്. പിന്നെ ഇതിപ്പം ഏകദേശം വൈക്കം കായൽ എത്താറായി. ഇവിടെ നമുക്ക് ഇതിൻ്റെ പിന്നെ ഇവിടെ വീട്ടുകാരൊന്നും അങ്ങനെ താമസിക്കുന്നില്ല ഇവിടെ ഗൈസ്. അപ്പം ഇവിടെ നോക്കിയാൽ നമുക്കൊന്നൊരു വീട് പോലും കാണുന്നില്ല, ഒരു മനുഷ്യരും ഇല്ല. ഇടയ്ക്ക് വെച്ച് ഞങ്ങൾ ഒരാളോട് വഴി ചോദിച്ചു, പക്ഷേ അയാളൊന്നും മിണ്ടുന്നുമില്ല, ഒന്നുമില്ല. അതുമല്ല ആ പ്രദേശം അയാൾ മാത്രമേ ഉള്ളൂ, വേറെ ആരും കണ്ടുമില്ല. ഞങ്ങൾ പിന്നെ പോയത് എല്ലാവരോടും വഴി ചോദിച്ച്. ഈ ചില സമയത്തൊക്കെ വള്ളക്കാരെ കാണും ഈ വലയിടാൻ വന്ന, അവരോടൊക്കെ വഴി ചോദിച്ചാണ് ഞങ്ങൾ പോയത്. ഗൈസ് അപ്പോൾ ഞാൻ നിങ്ങളെ വേറൊരു സുഖം കാണിച്ചു. ഇത് നോക്കണം, സൂര്യൻ അസ്തമിക്കാൻ പോകുന്നതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ കാണിച്ചില്ല. നല്ല രസമാണ് ഇത്. എനിക്കൊരു പേടിയുണ്ടായിരുന്നു ഈ വീഡിയോ എടുത്തപ്പോൾ. ഞാൻ ഒരു കയ്യിൽ ഫോണും മറ്റേ കയ്യിൽ ഈ എഞ്ചിനെ ഹാൻഡിൽ ചെയ്യുകയാണ്. അപ്പം എനിക്കൊരു പേടിയുണ്ടായിരുന്നു ഇനി ഫോൺ കയ്യിൽ നിന്ന് പോവോ തെന്നുമെന്നൊക്കെ. ഞാൻ ഇട്ടിരിക്കുന്ന ഫോണിൻ്റെ കേസും തെന്നുന്നൊരു കേസാണ്. ഭാഗ്യത്തിന് ഫോണൊന്നും കയ്യിൽ നിന്ന് പോയില്ല. ഇത് കര കാണുന്നേ ഇല്ല, നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അങ്ങ് ചെറിയൊരു പച്ചപ്പ് മാത്രം, ബാക്കി ഒന്നും കാണത്തില്ല. ഗൈസ് അപ്പോൾ നമ്മൾ വൈക്കം കായൽ എത്താറായി ഗൈസ്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് വെച്ചൊന്ന് പെട്ടുപോയി, നമ്മുടെ പെട്രോൾ തീർന്നു. അപ്പോൾ ഒഴിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ അച്ഛന് ഈ വള്ളം കിടന്ന് ആടുന്ന കാരണം ഒന്നും പറ്റില്ല. അപ്പോൾ മാമൻ അവിടെ നിന്ന് ഈ ഒഴുക്ക് കാരണം ഈ വള്ളം നമ്മളെ തിരിച്ചുകൊണ്ട് പോകണം, നമ്മളെ വന്ന ദിശയിൽ നിന്ന് എതിർദിശയിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ മാമൻ അവിടെ തുഴ വെച്ച് നേരെ പിടിക്കുന്നുണ്ട്, എന്നാലും നിൽക്കുന്നില്ല. ഒഴുക്ക് കാരണം നമ്മളിങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുക ഗൈസ്. അപ്പോൾ ഇടയ്ക്ക് വെച്ച് നമുക്കൊരു പണിയും കിട്ടി. നമ്മുടെ പെട്രോൾ ഒഴിക്കുന്നതിൻ്റെ ആ ഒരു അടപ്പില്ലേ, അത് തുറക്കാനും പറ്റില്ല, അത് ജാമായി പോയി. എന്തും കൊണ്ടും പെട്ട അവസ്ഥ. ഒരു സഹായത്തിന് വിളിക്കാൻ ആൾക്കാർ പോലും ഇല്ല. നിങ്ങൾ നോക്ക്, ഇവിടെ ഏതെങ്കിലും ഒരു മനുഷ്യരുണ്ടോ? ഫുള്ള് കായലാണ്. ഇതാണ് വൈക്കം കായലാണിത്. നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയൊരു പച്ചപ്പ് മാത്രം കാണാം, വേറെ ഒരു മനുഷ്യരും ഇല്ല അവിടെ. ഒരു മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാർ ആരുമില്ല. ഈ ഒഴുക്കിനാണ് വള്ളവും എതിർദിശയിലോട്ട് ഒഴുകി പോവാണ്. പിന്നെ എങ്ങനെ അവസാനം നമ്മൾ തുറന്ന് ഒഴിച്ചിട്ടുണ്ട് പെട്രോള്. അങ്ങനെ നമ്മളപ്പോൾ തണ്ണീർമുക്കം വണ്ടീൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വള്ളം സൈഡിൽ കെട്ടിയിട്ടിട്ട് നമ്മളൊന്ന് ചായ കുടിക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെ ഒത്തിരി ആക്ടിവിറ്റീസ് നടപ്പുണ്ട്, സ്പീഡ് ബോട്ടിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ നടപ്പുണ്ട്. ഇവിടെ ഒത്തിരി ആൾക്കാരും ഉണ്ട്. ഇവിടെ ഏകദേശം ഒരു 3-4 മണിയായപ്പോൾ തന്നെ ആൾക്കാർ കൂടി. അപ്പം ഇവിടുത്തെ ഒരു വീഡിയോ ഞാൻ നിങ്ങളെ ഏകദേശം ഒന്ന് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഈ കടയിൽ നിന്നാണ് ചായ കുടിച്ചത്. അപ്പോൾ ഇവിടെ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ഇതിനകത്ത് കിടന്നുകൊണ്ട് അങ്ങോട്ട് നോക്കിയിരിക്കാൻ നല്ല രസമാണ് കായലിലോട്ട്. നമ്മളപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു വിട്ടിട്ടുണ്ട് ഗൈസ്. നിങ്ങൾ അങ്ങ് ഒരു നേരെ അങ്ങ് ഒരു ചെറിയൊരു പച്ചപ്പ് കണ്ടില്ല, അതാണ് പാതിരാമണൽ. അപ്പം ഏകദേശം ഇരുട്ടാകാൻ തുടങ്ങി. നമ്മുടെ കയ്യിലാണ് ടോർച്ചും ഇല്ല. നമ്മൾ ടോർച്ച് മേടിക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ അവിടെ ഒന്നും കടയില്ലായിരുന്നു. അപ്പം ഇരുട്ട് വരുന്നുണ്ട്. പിന്നെ പ്രശ്നം എന്താന്ന് പറഞ്ഞില്ലേ, ഈ പോളയില്ല നമ്മുടെ പുല്ലൊക്കെ ഈ വെള്ളത്തിൻ്റെ ഈ രാത്രിയാകുമ്പോൾ ഈ പോള നമുക്ക് കാണത്തില്ല. നമ്മളെ ടോർച്ചിലേക്ക് നമ്മൾ പെട്ട അവസ്ഥയാണ്. ഞങ്ങളെ ടോർച്ചിലായിരുന്നു, പിന്നെ ഫോണിൻ്റെ ലൈറ്റ് വെച്ച് എങ്ങനെ പോകുന്നത്. ഈ പോളയൊക്കെ വരുമ്പോൾ നമ്മൾ കണ്ടിൽ ചിലപ്പോൾ വള്ളം അങ്ങോട്ട് ഇടിച്ചങ്ങ് കയറി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തിരിച്ചെടുക്കാൻ പാടാണ്. ഈ പ്രൊപ്പല്ലർ യൂസ് ചെയ്യാൻ ഇച്ചിരി പാടാണ്. ചിലപ്പോൾ ഈ പ്രൊപ്പല്ലറിനകത്ത് ഈ പ്ലാസ്റ്റിക് പോളൊക്കെ കൊടുക്കും. പിന്നെ ഇല്ലേ ഗൈസ്, ഈ നമ്മുടെ എഞ്ചിൻ നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോൾ നല്ല വൈബ്രേഷനാണ് അപ്പോൾ കൈക്കൊക്കെ. അപ്പം ഞാൻ പിന്നെ കുറച്ച് ഇപ്പോൾ ഞാൻ മാറിയിട്ട് മാമൻ്റെ ഓടിക്കാൻ കൊടുത്തപ്പോൾ ഞങ്ങളങ്ങോട്ട് പോകുന്ന വഴിയൊക്കെ ചോദിച്ചിട്ടാണ് പോകുന്നത്. ഓരോ വലക്കാർ കാണും, വലയുടെ അപ്പാരോടൊക്കെ വഴി ചോദിച്ചിട്ട് ഞങ്ങൾ പോകും. ചേട്ടാ, കുട്ടമംഗലത്തോട്ട് പോകുന്ന ഏരിയ
അവിടെ ലെഫ്റ്റ് അല്ലേ ഇടത്തോട്ടല്ലേ? ഇടത്തോട്ട് കയറിയിട്ട് മൂല വഴി കിഴക്കോട്ട്. അപ്പോൾ നമ്മൾ വഴിയൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് ഒരാൾ ഈ വള്ളം കാണുമ്പോൾ അവർക്ക് തോന്നുന്നത് ചെറിയ വെള്ളം, പക്ഷേ ഇത് അത്യാവശ്യം വീതിയൊക്കെ പക്ഷേ എന്നാലും അടുത്തോട്ടൊരു ബോട്ട് നമുക്ക് ഒരു ചെറിയ പേടി കാണും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ പോകുന്ന വഴി നമ്മുടെ പ്രൊപ്പല്ലർ പെട്ടെന്ന് നിന്ന് പോയി, നോക്കുമ്പോൾ ഒരു പ്ലാസ്റ്റിക് കവർ കുടുങ്ങിയതാണ്. പിന്നെ നമ്മൾ അതൊക്കെ അയച്ച് മാറ്റിയിട്ട് പിന്നെ അവിടെ നിന്ന് പോയിട്ടുണ്ട്. പോകുന്ന വഴി നമ്മൾ വള്ളക്കാരോടൊക്കെ നമ്മൾ വഴി ചോദിക്കുന്നുണ്ട്. ഇത് വലയിടാൻ വരുന്നവരാ, മീൻ പിടിക്കാൻ വരുന്നവർ. അതേസമയം പോകുന്ന വഴി പിന്നെ നമ്മളൊരു പോളയ്ക്കകത്തോട്ട് ഇടിച്ച് കയറിയായിരുന്നു. അത് കാണുന്നില്ല, പോള വെട്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇടിച്ചങ്ങ് കയറിപ്പോയി. വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഏകദേശം അവിടെ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പം പോകുന്ന വഴി മീനൊക്കെ നമ്മൾ ചാടി നമ്മളെ വള്ളത്തിലോട്ട് തന്നെ കയറുമായിരുന്നു. അപ്പം അച്ഛൻ മീനൊക്കെ പെറുക്കി അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീടെത്തി വള്ളമെല്ലാം കെട്ടിയിട്ട് നമ്മളിപ്പോൾ താമസിക്കുന്ന ചാനാശ്ശേരിയിലാണ്. അപ്പോൾ നമ്മൾ നേരെ ചാനാശ്ശേരിയിലോട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ചാനാശ്ശേരിയിലെത്തി കാറും എടുത്തിട്ട് നല്ല ഉറക്കക്ഷീണമുണ്ട് കേട്ടോ ഗൈസ്. വെളുപ്പിന് 5 മണിക്ക് പോയതാണ്, ഇപ്പം ഏകദേശം 12 മണിയായി. ഇപ്പോൾ നമ്മൾ ചായയും കുടിച്ചിട്ട് വീട്ടിലോട്ട് നേരെ വിട്ടു. അപ്പോൾ ഗൈസ് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക.